നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. തിരുവനന്തപുരത്തും കൊല്ലത്തും ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്കും കൊല്ലത്ത് 2 കുട്ടികൾക്കും രോഗബാധ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ 77 പേർ. കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. നടപടി ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും രാജി. രാജ്യസഭാ അംഗങ്ങളായ പ്രകാശ് സിംഗ് ബരേക്കും കോയൽ മാലിക്കും രാജിവെച്ചു. മധ്യപ്രദേശിൽ അപ്രതീക്ഷിത നീക്കം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ കോൺഗ്രസിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. അൻസിബയ്ക്കെതിരെ താരസംഘടന അമ്മ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്നും പരസ്യ പ്രസ്താവന സംഘടനയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്നും നോട്ടീസിൽ. വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടിയെന്ന് മുന്നറിയിപ്പ്. ലോകം കാൽപന്താരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് കിക്ക് ഓഫ്. ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. ഉദ്ഘാടനം ആവേശമാക്കാൻ സംഗീത വിരുന്നുൾപ്പെടെയുള്ള കലാപരിപാടികൾ. സംസ്ഥാനത്ത് നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള നിപ്പയുടെ ആ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നതോടെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പരിശോധിച്ച് നിപ്പ ഉറപ്പാക്കിയ രോഗിക്ക് നിപ്പ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ക്വാറന്റൈൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഒപ്പം റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ 77 പേരാണ് ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അവർക്ക് ആവശ്യമായ, അതായത് അവരെ ഐസൊലേഷൻ നടത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നടക്കുകയാണ്. ഏതായാലും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആരോഗ്യമന്ത്രി നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഷിഗല്ല രോഗബാധയും സംസ്ഥാനത്ത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തിരുവനന്തപുരത്തും 3 കുട്ടികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നിലവിലെ വിവരം. ഈ മാസം സംസ്ഥാനത്താകെ 38 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരാൾ ഷിഗല്ല ബാധിച്ച് മരിക്കുകയും ചെയ്തു. കൊല്ലം ജില്ലയിലും 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ 2 ദിവസത്തിനിടെയാണ് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പറവൂർ, പാലത്തറ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗം ബാധിച്ചത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ജനുവരി, ഫെബ്രുവരി മാസത്തിലും രോഗം കണ്ടെത്തിയതായ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അന്ന് ചികിത്സയിലുണ്ടായിരുന്നവർ അസുഖം മാറി തിരിച്ചെത്തി. മഴക്കാലം ശക്തമായതോടെ ഷിഗല്ല ഉൾപ്പെടെയുള്ള കൂടുതൽ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാളെ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ രാത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. രോഗിയുടെ വീട്ടിലുള്ളവരും സമ്പർക്കത്തിൽ വന്ന ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. അതേസമയം ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 5 പേരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. 77 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇന്നലെ രാത്രിയോടെയാണ് രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിക്ക് മെഡിക്കൽ കോളേജിലെ VRDL ലാബിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായ രോഗിയെ അർദ്ധരാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. രോഗിയിൽ നിന്നെടുത്ത സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം മുൻകരുതലിന്റെ ഭാഗമായി രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ക്യാമ്പും തുടങ്ങും. പ്രതിരോധ നടപടി ആരംഭിച്ചതായും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കലക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ഒരു ഗോഡൌൺ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ വൃത്തിയാക്കിയിരുന്നു. ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി സൂചനയുണ്ട്. രാമനാട്ടുകര നഗരസഭാ പരിധിയിൽ നടപടികളുടെ ഭാഗമായി രോഗത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതിന് മുന്നോടിയായി തന്നെ ആരോഗ്യവകുപ്പ് യോഗം ചേർന്നു. ബന്ധുക്കൾ ക്വാറന്റൈനിലാണെന്നും സമ്പർക്ക പട്ടിക പരിശോധിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ കല്ലട മുഹമ്മദ് അലി പറഞ്ഞു. ഞങ്ങൾ വളരെ പെട്ടെന്ന് സ്ഥലം പരിശോധിച്ച് വീടുകൾ സന്ദർശിച്ച്
അവിടെ ഉള്ള നിർദ്ദേശങ്ങൾക്ക് നൽകി ഹോസ്പിറ്റലിൽ അന്വേഷണം നടത്തി. കാര്യങ്ങളൊക്കെ രാത്രി 8:30 മണിയോടുകൂടി ഞങ്ങൾ യോഗം കൂടി ജനങ്ങൾക്ക് പറ്റിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭയപ്പെടാനില്ല എന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം. മെഡിക്കൽ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. രോഗിയുടെ കുടുംബാംഗങ്ങളിൽ ആർക്കും നിലവിൽ രോഗലക്ഷണമില്ല. മുൻകരുതലിന്റെ ഭാഗമായി രോഗബാധിതന്റെ വീട്ടിലുള്ളവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2018 കോഴിക്കോട് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചത്. അന്ന് 17 പേരാണ് മരണപ്പെട്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്. താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബയ്ക്കെതിരെ കടുത്ത നീക്കവുമായി സംഘടന. അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഉടൻ വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് മുന്നറിയിപ്പ്. 17-ാം തീയതിക്ക് മുമ്പ് മറുപടി നൽകണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി നേതാക്കളുടെ രാജി തുടരുകയാണ്. രാജ്യസഭാംഗങ്ങളായ പ്രകാശ് ജിഗ് ബരേഖ്, കോയൽ മലിക് എന്നിവർ ഇന്ന് രാജിവെച്ചു. ലോക്സഭാ എംപിമാർ കൂട്ടത്തോടെ NDAക്കൊപ്പം ചേരാൻ നീക്കം നടത്തിയതിനു പുറകെയാണ് രാജ്യസഭാംഗങ്ങളുടെ കൂട്ടരാജി. പശ്ചിമ ബംഗാളിൽ MLA-മാരുടെ വിമത നീക്കത്തിന് ശേഷം പാർലമെന്റിലും കനത്ത തിരിച്ചടിയാണ് തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത്. രാജ്യസഭാ അംഗങ്ങളായ 2 മുതിർന്ന നേതാക്കൾ കൂടി ഇന്ന് രാജിവെച്ചു. പ്രകാശ് ജിഗ് ബരേഖ്, കോയൽ മല്ലിക് എന്നിവരാണ് രാജി നൽകിയത്. ഇതോടെ രാജിവെച്ച തൃണമൂൽ രാജ്യസഭാ എംപിമാരുടെ എണ്ണം 4ആയി. നേരത്തെ സുഖേന്ദു ശേഖർ റോയ്, സുഷ്മിത ദേവ് എന്നിവർ രാജിവെച്ചിരുന്നു. ലോക്സഭയിൽ 28 തൃണമൂൽ എംപിമാരിൽ 20 പേരും NDAക്കൊപ്പം ചേരുന്നതിന് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. MLA-മാർക്കും MP-മാർക്കും പുറമെ മുതിർന്ന നേതാക്കളും മമതയെ കൈവിട്ട് വിമതർക്കൊപ്പം നിൽക്കാനും പാർട്ടി വിട്ട് BJP-യിൽ ചേരാനും നീക്കം നടത്തുന്നുണ്ട്. വിശ്വസ്തരെ ഇറക്കി മമതാ ബാനർജി അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നേതാക്കൾ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുത്ത മമതാ ബാനർജി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയാണ് തൃണമൂലിനെ തകർത്തത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിപയും കോവിഡും വരുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിനെ നോക്കിയല്ല എന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ആരോഗ്യമന്ത്രി K മുരളീധരൻ മുമ്പ് നടത്തിയ പഴയ പരിഹാസ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു KK ശൈലജയുടെ വാക്കുകൾ. തന്നെ നിപ്പ റാണി എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണം താൻ നടത്തിയില്ലെന്നും KK ശൈലജ പറഞ്ഞു. ഇപ്പോൾ കൃത്യമായ പ്രോട്ടോക്കോളും SOP-യും ഉണ്ട്. ഒരു കേസ് വരുമ്പോൾ തന്നെ പ്രതിരോധിക്കാൻ ആരോഗ്യരംഗം സജ്ജമാണെന്നും KK ശൈലജ വ്യക്തമാക്കി. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരിക്കുന്നവർ പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇനിയിപ്പോൾ വന്നത് എന്നാണ് അന്ന് മുരളീധരൻ. അതെ അതെ, ഉമ്മൻചാണ്ടിയും കർണാടക മുഖ്യമന്ത്രിയായിട്ടാകുമ്പോൾ ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എറണംകെട്ടവർ നാട് ഭരിക്കുമ്പോൾ ഈ രോഗം വന്നു. അതെ അതെ, നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പോൾ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാനേതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. തിരുവനന്തപുരം കരമന തളിയലിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. പ്രദേശത്ത് മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴുകി വീണ് നാശനഷ്ടം ഉണ്ടായി. രജിത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കരമന തളിയിലാണ് ശക്തമായ കാറ്റിൽ 3 വീടുകളുടെ മേൽക്കൂര അത് പറന്നു പോയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ ഈ വീടുകളിലാണ്, ഈ തൊട്ടടുത്തായുള്ള 3 വീടുകളുടെ മേൽക്കൂരയാണ് തകർന്ന് ഇരിക്കുന്നത്. അത് കാറ്റത്ത് പറന്നു പോയിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലേക്ക് പറന്നു പോയിരിക്കുന്നു. വലിയൊരു ചുഴലിക്കാറ്റ് പോലെ കാറ്റ് രൂപപ്പെട്ട് അവിടെ ഒരു വലിയ കാറ്റ് വരികയും ഈ മേൽക്കൂര പറത്തിക്കളയുകയുമായിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. 3 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ മരം കടപുഴകി വീണും വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ചേരുന്ന ചേച്ചി, എങ്ങനെയായിരുന്നു സംഭവം? എന്താണ് ആ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നു ഇവിടെ. അടുത്ത വീടുകളൊന്നും ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് വലിയ അപകടം എനിക്കും പറ്റിയിട്ടില്ല എന്നുള്ള സമാധാനിക്കാം. ഒരു എൻഗേജ്മെൻ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അതിന് പോയിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ് വന്നതായിരുന്നു. വന്നപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ പുറത്തോട്ടൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പം ഈ കാറ്റടിക്കുമ്പോൾ ഷീറ്റിങ്ങനെ ഇളകുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമാക്കില്ല. അതും വീണ്ടും ഒരു 10 സെക്കൻഡ് ആയില്ല. അതിന് മുന്നേ മൊത്തം മേൽക്കൂരയോടെ ഈ ചോരോടെ ഇടിഞ്ഞ് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പം പേടിച്ച് ആദ്യം ഓടി ഡോർ അടച്ചേക്കുന്ന തുറന്നു വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഷീറ്റ്, അടുത്ത വീട് അമ്മയുടെ ഷീറ്റാണ്. അതും ഇത് പോയതിനേക്കാളും സ്പീഡിൽ അത് പോകുന്നുണ്ട്. അത് എന്നിട്ടും ഡോർ അടച്ചിട്ട് വീണ്ടും ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഷീറ്റ് ഇങ്ങനെ ഇത്രയും തീരത്തിലല്ല, ഈ അടുപ്പിച്ചാണ് കിടന്നത്.
എല്ലാവരും കൂടെ തള്ളി നീക്കി വെച്ചേക്കുക. ആ ഷീറ്റ് വന്നു അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയല്ല, അതിനെല്ലാം പൊട്ടി എങ്ങനെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. മഴ ഇടയ്ക്ക് ഇപ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമാക്കിയിരുന്നില്ല. കാറ്റ് എന്നുള്ളത് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ 13 വർഷമായി കല്യാണം ഇവിടെ വന്നിട്ട് ഈ 13 വർഷത്തിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവമാണ്. എനിക്കറിയില്ല ഇതിന് മുമ്പ് പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും. വെള്ളം കയറുന്ന ഒരു പ്രശ്നം, വെള്ളം കയറാറുണ്ട്. വെള്ളം സ്ഥിരം പണ്ട് മുതലേ കയറാറുണ്ടെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞുള്ള അറിവുണ്ട്. ഞാൻ വന്നതിന് ശേഷവും 8-10 പ്രാവശ്യം കയറിയിട്ടുണ്ട്. പ്രളയ സമയത്ത് 6 ദിവസം വെള്ളം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ അറിവിൽ ആദ്യമാണ്. ഇതിന് മുന്നേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു ഏറെക്കുറെ ഒരു 10-20 വർഷത്തെ പഴക്കം അങ്ങോട്ടുള്ള വീടുകൾക്കുണ്ട്. ഇത് ഒരു 13 വർഷമായതേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം കൗൺസിലറെ അറിയിച്ചിട്ടുണ്ടെന്ന് ചേട്ടന്മാർ പറഞ്ഞു. അവർ തിരിച്ച് എത്താൻ ഒരു യോഗത്തിലാണെന്ന് പറഞ്ഞു. എത്തിയോ ഇല്ലയോ എന്നുള്ളത് നിലവിൽ എനിക്കറിയില്ല. ഇതിൻ്റെയാണ് ഈ മേൽക്കൂര അത് പറന്നു പോയിരിക്കുകയാണ്. 3 വീടുകളുടെ മേൽക്കൂര തൊട്ടടുത്ത് തന്നെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇത് മേൽക്കൂര കാറ്റ് ഉയർത്തിക്കൊണ്ട് പോയതാണ്. വളരെ ദൂരത്തേക്കൊക്കെ കാറ്റ് ഉയർത്തിക്കൊണ്ട് പോയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടുത്തടുത്തുള്ള 3 വീടുകളുടെ മേൽക്കൂരകളാണ് ഈ കാറ്റിൽ തകർന്നത്. ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലൊക്കെ അത് മരം കടപുഴകി വീണും ഒപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു കാറ്റായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. ഏകദേശം 2 മണിയോടുകൂടി ആണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ വലിയൊരു മഴയും ആ സമയത്തുണ്ടായിരുന്നു. ആ കാറ്റോടുകൂടി ഈ 3 വീടുകൾക്കാണ് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത്ര കണ്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ഇനി വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ സന്ധ്യയാവുകയാണ്. ഇനി എവിടെ ഇവർ അന്തി ഉറങ്ങും എന്നത് സംബന്ധിച്ചും ഒരു വിവരവും അവർക്ക് ഇല്ല എന്നത് തന്നെയാണ്. കൗൺസിലർ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇനി അത് സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തുതന്നെയായാലും വലിയൊരു നാശനഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. മേൽക്കൂര അത് പൂർണ്ണമായും തകർന്ന് അടുത്ത സ്ഥലത്തേക്ക് പറന്നു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ട്, ഇവിടെ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നാൽ തന്നെ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോയതിനാൽ തന്നെ മറ്റാളുകൾക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ചോദ്യം ചെയ്യലിനു ശേഷം ഗൺമാൻ അനിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ മടങ്ങി. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയതെന്ന് അനിൽ പറഞ്ഞു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നും അനിൽകുമാർ വ്യക്തമാക്കി. മാസപ്പടി കേസിൽ ഇഡിക്ക് മുൻപിൽ ഹാജരാകാൻ സാവകാശം തേടി വീണ വിജയൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെ ഹാജരാകാനാകില്ല എന്ന് വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇമെയിൽ അയച്ചു. അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇഡി വീണ വിജയന് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ സാവകാശം തേടിയിട്ടുണ്ട്. മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇഡിക്ക് ഇമെയിൽ അയച്ചു. ആവശ്യമായ രേഖകൾ കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ പുതിയ സമൻസ് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജിക് കേസിൽ ഇതാദ്യമായിട്ടായിരുന്നു വീണയെ ഇഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 9 പേർക്കാണ് ഇഡി സമൻസ് നൽകിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്ത, മകൻ ശരണെസ് കർത്ത, ശശിധരൻ കർത്തയുടെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും കമ്പനി ജീവനക്കാരായ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള അടക്കമുള്ള ജീവനക്കാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശശിധരൻ കർത്ത തിങ്കളാഴ്ചയാണ് ഹാജരാകേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM തീരുമാനിച്ചു. പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച യോഗം ചേരും. തോൽവിയെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രധാന തിരുത്തലുകൾ വരുത്താനിടയുണ്ട്. പത്മകുമാറിനെതിരായ വിമർശനത്തിലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനത്തിലും തിരുത്തൽ വരുത്തി. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണ സംഘം പ്രതിയാക്കിയിട്ടും പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ CPM ഇതുവരെ തയ്യാറായിരുന്നില്ല. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നേരിട്ട വേളയിൽ പോലും ഏറെ പഴികേട്ട വിഷയത്തിൽ പത്മകുമാറിന് പാർട്ടി സംരക്ഷണം ഒരുക്കുകയായിരുന്നു. എന്നാൽ കനത്ത തോൽവിയുടെ ഭാരത്താൽ നേതൃത്വം തലകുനിക്കുമ്പോൾ തെറ്റുകൾ ഓരോന്നായി തിരുത്താൻ നിർബന്ധിതരാകുകയാണ്. ആദ്യം പത്മകുമാറിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ പത്മകുമാർ കഴിഞ്ഞ ആഴ്ച പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നു. അതോടൊപ്പം തോൽവി വിലയിരുത്തിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രധാന തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്.
സ്വർണ്ണക്കൊള്ള ആരോപണം റിവ്യൂ റിപ്പോർട്ടിൽ മയപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടിയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി കടുത്ത നിലപാടെടുത്തതിനെ തുടർന്ന് നേതൃത്വം തിരുത്താൻ തയ്യാറായി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ വീഴ്ചയും റിപ്പോർട്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലും മാറ്റമുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ടിലെ തിരുത്തൽ. അതേസമയം നേതൃത്വത്തിനെതിരായ വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൂനെ വൈറോളജി ലാബിൽ നിന്നും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് നിപ്പ അവലോകന യോഗം ചേർന്നു. കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ജാഗ്രതാ നിർദ്ദേശം നമ്മൾ ഇത് മാത്രമല്ല, നിപ്പ മാത്രമല്ല, കമ്മ്യൂണിറ്റിയിൽ പലതരത്തിലുള്ള പനികളുള്ള ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മൺസൂണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫീവേഴ്സ് ഉള്ളൊരു സമയമാണ്. പരമാവധി നിങ്ങൾ പബ്ലിക് ഗ്യാതറിങ്സിന് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഫീവർ ഉള്ളവരാണെങ്കിൽ സെൽഫ് ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ഹോസ്പിറ്റൽസിൽ ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റൽ വിസിറ്റിന് നിങ്ങൾ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സെൽഫ് ക്വാറന്റൈനിങ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലായിടത്തും നിർബന്ധമാക്കുക എന്നുള്ളത് നിലവിൽ അങ്ങനെ ഒരു ഇതായിട്ട് നമ്മൾ ഗൈഡ് ലൈൻ ആയിട്ട് ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഹെൽത്ത് അഡ്വൈസർ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഇറക്കും. അങ്ങനെയല്ല, ആരോഗ്യ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. അതായത് നമ്മളിപ്പം കോൺടാക്റ്റ് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ ഹൈ റിസ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും അത്യാവശ്യം പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പ്രോപ്പറായിട്ടുള്ള മാസ്കുകളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ പ്രൊഫഷണൽസ് 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. അതെ അതെ, അവർ ആരും തന്നെ സിംറ്റമാറ്റിക് അല്ല. സിംറ്റംസ് ആരും കാണിക്കുന്നില്ല. ഇപ്പം റെസ്പിറേറ്ററി സിംറ്റംസ് വന്നപ്പോഴത്തേക്ക് ലാർജ്ലി അദ്ദേഹത്തിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ പകർന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. എന്താണ് വെന്റിലേറ്ററിലാണ് അദ്ദേഹം. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലാണ്, വെന്റിലേറ്ററിലാണ്. നിപ്പയുടെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പം നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, കുട്ടികളും ഉണ്ട്. പക്ഷെ ആരും തന്നെ സിംറ്റമാറ്റിക് അല്ല. ഇല്ലില്ല, അവരെല്ലാം നമ്മൾ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. ഇല്ല, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പോലും അവരാരും തന്നെ സിംറ്റംസ് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇവരിപ്പം മാത്രമല്ല, അങ്ങനെ ആ കുട്ടികളുടെ ഫർദർ കോണ്ടാക്ട് ആയിട്ടുള്ളവരെ എല്ലാം നമ്മൾ ഒരു ലോ റിസ്ക് കോണ്ടാക്ട്സിൽ വരും. മുമ്പുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു. വന്നിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം അതിൻ്റെ പ്രസ് ബ്രീഫിംഗ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. റൂട്ട് മാപ്പും കോൺടാക്ട് ട്രേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് ഒരു വർക്കിംഗ് പ്രോഗ്രസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ ആൾക്കാരെ നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ, പക്ഷേ സ്റ്റിൽ അത് ലോ റിസ്ക് ആവാനേ സാധ്യതയുള്ളൂ. കാരണം ഹൈ റിസ്ക് ആയിട്ടുള്ള കോൺടാക്ട്സ് എല്ലാം അത്യാവശ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇല്ല, നമുക്ക് കേരളത്തിൽ തന്നെ വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് അടക്കം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷനാണിത്. അപ്പം അവർ അതിനകത്ത് സ്റ്റഡി ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഇല്ല, അവരുണ്ടായിരുന്നു. അവർ കോഴിക്കോടാണ് നമ്മളതിൻ്റെ വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് ഉള്ളത്. അവർ ഈ ആദ്യം മുതലേ ഡിസ്കഷൻസിന്റെ ഭാഗമാണ്. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ബാഡ് ഡ്രോപ്പിംഗ്സ് ഉള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ വവ്വാൽ കടിച്ചതായിട്ടുള്ള പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്
കൺസ്യൂം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ ആശുപത്രികളെ സന്ദർശനമുണ്ടല്ലോ, അനാവശ്യ സന്ദർശനം ഉൾപ്പെടെ, അത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും നടപടികൾ ഈ ഘട്ടത്തിൽ ഇല്ല. അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു അഡ്വൈസറിയും നിലവിൽ കൊടുക്കാനില്ല. സെൽഫായിട്ട് അത് ചെയ്താൽ ഇപ്പോൾ തൽക്കാലം അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിപ്പയേക്കാൾ കൂടുതൽ ഫീവേഴ്സ് ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ. ഇപ്പം അങ്ങനെയുള്ള പനികൾ വരുന്നൊരു സമയമാണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധ വേണം. പൊതുവെ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പം വൺ ഹെൽത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും നമ്മൾ ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാഡ് റൂസ്റ്റിംഗ് സൈറ്റ്സ്, അതായത് പ്രത്യേകിച്ച് വവ്വാല് കൂടുതൽ കാണുന്ന പ്രദേശങ്ങളിൽ വവ്വാലുകൾ കൂട്ടമായി ചത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. അതും പരിശോധനയിലുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങൾ ചാവുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, ശരി, താങ്ക് യു. കോഴിക്കോട് കളക്ടർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിപ ബാധയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതൽ നടപടികളെക്കുറിച്ച് വിശദമാക്കി. ഒപ്പം രോഗബാധിതൻ്റെ ബന്ധുക്കൾ അടുത്ത് ഇടപഴകിയ ആളുകളെയൊക്കെ ക്വാറന്റൈൻ ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് രോഗം എത്തിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നതെന്നാണ് കളക്ടർ വ്യക്തമാക്കിയത്. പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MB രാജേഷിനും K ശാന്തകുമാരിക്കും രൂക്ഷ വിമർശനമുണ്ടായി. തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കും. MB രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. MLA-മാർക്ക് ജനങ്ങളുമായി ബന്ധമില്ലാതായെന്നും യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഖ എന്നിവർ പങ്കെടുത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് ചോർച്ച ഗൗരവകരമാണെന്നും പാലക്കാട് മണ്ഡലത്തിലെ CPM പ്രവർത്തനം നിർജീവമാകുകയും BJPക്ക് വളർച്ചയുണ്ടായെന്നും യോഗം വിലയിരുത്തി. CPM സ്വാധീന മേഖലയിൽ പോലും തിരിച്ചടിയാണ് ഉണ്ടായതെന്നും നെല്ല് സംഭരണ പ്രതിസന്ധി ജില്ലയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, പാലക്കാട്. കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് നടപടി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. 2025 വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡിൽ 2 അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന നിബന്ധന പാലിക്കാതെയാണ് ബോർഡ് രൂപീകരിച്ചതെന്നും നിലവിലെ ബോർഡിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം. തിങ്കളാഴ്ച ഉദ്ഘാടന യാത്രയിൽ മുഖ്യമന്ത്രിയും ഭാഗമാകും. തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി യാത്ര ചെയ്യും. തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം. ഓർഡിനറി, സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഒരേ നിറത്തിലായതിനാലാണ് ഇങ്ങനെ സ്റ്റിക്കർ പതിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഉദ്ഘാടന ബസ്. ആ യാത്രയിൽ മുഖ്യമന്ത്രിയും ഭാഗമാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. തമ്പാനൂർ മുതൽ പെരുമാതുറ വരെയാണ് യാത്ര. ഇതിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഗതാഗത മന്ത്രി CP ജോൺ, ആരോഗ്യമന്ത്രി K മുരളീധരൻ, വനിതാ മന്ത്രിമാരായ ബിന്ദുകൃഷ്ണ, KA തുളസി എന്നിവരും യാത്ര ചെയ്യും. മുഖ്യമന്ത്രി തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മാത്രമാണ് യാത്ര ചെയ്യുക. സൗജന്യ യാത്രാ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുന്ന സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഈ പദ്ധതിയിലൂടെയുള്ള വരുമാന നഷ്ടം സർക്കാർ KSRTCക്ക് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിച്ച ശേഷം ഓരോ റൂട്ടിലെയും തിരക്ക് ഗതാഗത വകുപ്പ് നിരീക്ഷിക്കും. തിരക്ക് അമിതമായാൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുമോ എന്നാണ് അറിയേണ്ടത്. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമെങ്കിലും കണക്കെടുപ്പിനായി ടിക്കറ്റ് നൽകാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും ഡീസലിന്റെ വില വർധനയും സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സർവീസ് നിർത്തി സമരം ആരംഭിക്കുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ തൃശൂരിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ച് സമരം ആരംഭിക്കുമെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. 5000 കോടി രൂപ മുതൽ മുടക്കുള്ള വ്യവസായമാണ് തങ്ങളുടേത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇനിയും സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഇതിനിടയിൽ KSRTCയിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും സ്വകാര്യ ബസ് മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ബസ് ഉടമകൾ പറയുന്നു.
സാധാരണ പുരുഷ യാത്രക്കാരൊക്കെ ഇപ്പോൾ അവരുടെ സ്വന്തം വാഹനത്തിലും ഒക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബസ്സുകളിലുള്ള യാത്രക്കാർ സ്ത്രീകൾ മാത്രമാണ്. ആ സ്ത്രീ യാത്രക്കാരെ കൂടി സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അകറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. ഒരു നടപടിയില്ലാത്തൊരു സ്ഥിതി വന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും ബസ്സുകൾ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് യാത്രക്കാർ. അവരൊക്കെ ഞങ്ങളിൽ നിന്ന് അകറ്റിയാൽ ഞങ്ങൾക്ക് നാളെ അവരെ കിട്ടാതെ വരും. അതുകൊണ്ട് ഞങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സർക്കാരിന് ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ ഇന്നലെ കോഴിക്കോടും ഇവിടെ ഞങ്ങൾ ധർണ നടത്തിയിരുന്നു. സമരത്തിന്റെ തീയതി എല്ലാ ബസ് സംഘടനകളെയും കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ പവിത്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ, കെ രാധാകൃഷ്ണൻ, നൌഷാദ് ആറ്റുപറമ്പത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി അരൂർ മുതൽ തുറവൂർ വരെ നിർമ്മിക്കുന്ന ഉയരപാതയുടെയും അനുബന്ധ റോഡുകളുടെയും നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ സംയുക്ത പരിശോധന നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ MLAയുമായ ഷാനിമോൾ ഉസ്മാന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയ പാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംയുക്ത സംഘത്തിലുണ്ടാകും. റോഡിന് സമീപത്തെ കാനകളുടെ ഉയരക്കൂടുതൽ വ്യാപാരികൾക്കും വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. പരാതിക്കാരുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാവൂ എന്ന് നിർദ്ദേശിച്ചു. തുറവൂർ ജംഗ്ഷന് തെക്കുവശം അണ്ടർപാസ് നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യവും ദേശീയപാത അതോറിറ്റി ചർച്ച ചെയ്തു. ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കമാവുകയാണ്. വമ്പൻ സംഗീത താരങ്ങളെ അണിനിരത്തിയാണ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയാണ് നേരിടുക. ഇന്ത്യൻ സമയം രാത്രി 12:30 മുതലാണ് മത്സരം. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ന് തുടക്കം. വൈവിധ്യമാർന്ന പ്രമേയങ്ങളിൽ 3 വ്യത്യസ്ത വേദികളിൽ ഉദ്ഘാടന ചടങ്ങുകൾ. മെക്സിക്കോ ഇത് 3ാം തവണയാണ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്. അമേരിക്ക 2ാമതും. 1994 അമേരിക്ക അവസാനമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ ഇതാദ്യമായും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 വേദികൾ, 104 മത്സരങ്ങൾ. 12 ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനക്കാരും ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ട് റൗണ്ടിന് തുടക്കമായ റൗണ്ട് ഓഫ് 32-ൽ മത്സരിക്കും. പിന്നീട് 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ, അതിനുശേഷം ക്വാർട്ടർ, സെമി. ജൂലൈ 19 കലാശ പോരാട്ടം. ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിലാണ്. ഫൈനൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റുദർഫോർഡിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലും. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ, ടൈല എന്നിവരടങ്ങുന്ന പ്രമുഖ ഗായകരാണ് അണിനിരക്കുന്നത്. പ്രത്യേക മൾട്ടി ട്രാക്ക് മ്യൂസിക് പ്രോജക്റ്റുകളും മെഗാ ആൽബവും ഫിഫ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ചിലർക്കത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ബ്രസീൽ ടീമിനോടുള്ള അതിരറ്റ ആരാധന കൊണ്ട് സ്വന്തം വാഹനങ്ങളും വീടും വരെ മഞ്ഞ നിറത്തിലും ബ്രസീൽ താരങ്ങളുടെ ചിത്രങ്ങളാലും അലങ്കരിച്ച ഒരു ആരാധകനുണ്ട് കൊല്ലത്ത്. ഫുട്ബോളിനോടുള്ള ഈ അപൂർവമായ സ്നേഹത്തിന്റെ കഥ കാണാം. സാധാരണ ആളുകൾ ഈ ഫുട്ബോൾ ആവേശം വരുമ്പോൾ ഫ്ലെക്സ് വെക്കുകയും ജേഴ്സി ഇടുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കൊല്ലം പള്ളിമുക്കിലുള്ള സുധീർക്ക തൻ്റെ വണ്ടിയും വീടും ഒക്കെ ഒരു ബ്രസീൽ മയമാക്കിയിരിക്കുകയാണ്. അപ്പോൾ സുധീർക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തെ ഇങ്ങനെ ചിന്തിച്ച് ഈ രീതിയിൽ ചെയ്യാൻ കാരണം? നേരത്തെ തൊട്ടേ ഞാൻ ഇതേണക്ക് 4 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാറും വീടും. ആദ്യം തുടങ്ങിയത് ബൈക്കിലാണ്. ഇത്തവണ ബ്രസീലിൽ കപ്പെടുക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഇത്തവണ ബ്രസീൽ കപ്പെടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നെയ്മർ കളിക്കാൻ ഇറങ്ങണം. 1-2 കളി കാണത്തില്ലെന്ന് പറഞ്ഞ് ഒരു സീനിയർ പ്ലെയർ നെയ്മർ വേണമെന്നാണ് നമ്മളെ ഒരിത്. നെയ്മർ ഇല്ലായിരുന്നെങ്കിൽ ഈ തവണ ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ലായിരുന്നു. ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇതിനകത്ത് ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷേ ബ്രസീൽ തന്നെ ടീം മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കാണുന്ന പോലെ കളി കണ്ട് എല്ലാവരെയും പോലെ ആരാധകനായിട്ട് നടക്കും. ഇങ്ങനെ പൈസ മുടക്കാൻ നിൽക്കത്തില്ല. നെയ്മർ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം
അഞ്ചലോട്ടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞാനിതെല്ലാം ചെയ്തു തുടങ്ങിയത്. ബ്രസീലിൻ്റെ കഴിഞ്ഞ തവണത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും ഇപ്പോൾ അഞ്ചലോട്ടിയുടെ കോച്ചിങ്ങിൻ്റെ ഇതിൽ നല്ല മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം ഇനിയിപ്പോൾ നെയ്മറും കൂടെ ഇറങ്ങി നമ്മൾ 2 കളി കാണുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിലയിരുത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണത്തെ കളി ഞാനും കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ നെയ്മർ ആവശ്യമില്ലാത്ത ചില ഫൗളുകളൊക്കെ കാണിച്ച് വിവാദങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു. നെയ്മർ നമ്മളെ കഴിഞ്ഞ കളിയിലെ കൊറേഷ്യക്കെതിരെയുള്ള ഗോളടി കണ്ടില്ലേ, അന്യായ ഗോളല്ലേ, 6 മിനിറ്റ് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അതിലാണ് നമുക്ക് പറ്റിയത്. ബാക്കെല്ലാം പൊട്ടിപ്പോയി. ജയിച്ച കണക്കുള്ള ആവേശം. ഞങ്ങളിവിടെ പള്ളിമുക്കിൽ ഇവിടെ സ്ക്രീനൊക്കെ വെച്ചായിരുന്നു. പെട്ടെന്ന് ജയിച്ചെന്നും പറഞ്ഞ് പടക്കവും പൊട്ടിച്ച് ലഡു എല്ലാം കൊടുത്തിട്ട് വന്നപ്പോൾ ഇതാടക്കം. മർഡോണ ഇഷ്ടമായിരുന്നു. ആദ്യ സമയത്ത് മർഡോണയിലാണ് ഇഷ്ടം തുടങ്ങുന്നത്. കൊല്ലത്ത് പാച്ചനുണ്ട്. അവരെ കളി കണ്ടാണ് ഫുട്ബോളിൽ എനിക്ക് ആവേശം തോന്നി. ഞാൻ നല്ല ഫുട്ബോളർ ആരാധകനാണ്. എല്ലാവരെയും ഇഷ്ടമാണ്. നെയ്മർ ആയാലും മെസ്സി ആയാലും റൊണാൾഡോ, നമുക്ക് അങ്ങനെ എതിരൊന്നുമില്ല. പക്ഷെ നമ്മളെ ടീം ബ്രസീൽ, അത്രേ ഉള്ളൂ. വാഹനങ്ങളിൽ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? കൊല്ലത്ത് RTOക്ക് പൈസ അടയ്ക്കണം. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതിന് RTO കാശ് അടയ്ക്കണം. കാശ് അടച്ച് അതിൻ്റെ പെർമിഷനെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്പോൺസർ കൗൺസിലിൽ നിന്ന് ഒരു പേപ്പർ മേടിച്ചിട്ടുണ്ട്. കുടുംബക്കാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കളിയാക്കുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ വീട്ടുകാർക്ക് അറിയാം ഞാൻ എന്തൊക്കെയായാലും 4 വർഷം കൂടുമ്പം ഇത് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. ഈ വാഹനം ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ നിരത്തിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴേ ഈ ആരാധകരും കുട്ടികളും ഒക്കെ ഇങ്ങനെ ആവേശത്തോട് വരാറും ഒക്കെ ഉണ്ട്. എല്ലാവരും വരാറുണ്ട്, കൈ കാണിക്കാറുണ്ട്, നിർത്തും, അവർക്ക് ഫോട്ടോ എടുക്കും. നമ്മൾ ആരെയും നിരാശപ്പെടുത്താറില്ല. നിർത്തി അവരടുത്ത് സംസാരിച്ച് അവർക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ. നമ്മൾ ഈ പുതിയ തലമുറയ്ക്ക് ഈ ആവേശം, അതായത് ലഹരിയിൽ നിന്നുമൊക്കെ മുക്തി നേടിക്കൊണ്ടുള്ള ഈ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് സ്പോർട്സ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സ്പോർട്സിനകത്ത് സ്പിരിറ്റ് കൂടുന്നതിൽ പ്രശ്നമില്ല. മറ്റുള്ള ലഹരി ഇതിൽ നിന്നെല്ലാം മാറുക. അപ്പോഴേ ഇതിനകത്തോട്ട് വരുമ്പം ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇതിനകത്തോട്ട് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രീതിയിലൊന്നും ഇറങ്ങിത്തിരിക്കാൻ ചാൻസ് ഇല്ല. ഫുട്ബോൾ ലഹരി ആയിക്കഴിഞ്ഞാൽ ഒരു ആവേശവും കളിയുടെ ഇതും അതുമായിട്ട് അങ്ങ് പോകും. അപ്പം ചേട്ടൻ്റെ ടീമിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഈ വീടും വാഹനങ്ങളും മാത്രമല്ല, ഹൃദയവും ബ്രസീലിന് വേണ്ടി മഞ്ഞ നിറമാക്കിയ ഇദ്ദേഹം ഫുട്ബോൾ എന്നത് ഒരു കളിയേക്കാൾ എത്രയോ വലുതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കായംകുളം ടൗൺ UPS കുട്ടികളിലേക്കും ലോകകപ്പ് ഫുട്ബോൾ ആവേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ ദീപശിഖ പ്രയാണവും ബലൂൺ ഉയർത്തലും ഫുട്ബോൾ കിക്ക് ഓഫ് മത്സരവും പായസ വിതരണവും നടത്തി. കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി. 3, 2, 1, let's football! അടിപൊളി.